യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ഭാരതത്തിനാകുമെന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കൂടി വരികയുണ്ടായി. ജോർജിയ മെലോണിയാണ് ഇപ്രകാരം പ്രതികരിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് മെലോണിയുടെ പ്രതികരണം. യുദ്ധം അവസാനിപ്പിക്കാൻ ഭാരതത്തിന്റെ മധ്യസ്ഥതയ്ക്കാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതിന് പിന്നാലെയാണ് ജോർജിയ മെലോണിയുടെ പ്രതികരണം വന്നത്. Alla fine nazioni, attori come Cina e India possano giocare un ruolo e debbano giocare un ruolo per risolvere il conflitto in Ucraina. L'unica cosa che non si può fare, signori, è pensare che si risolve il conflitto in Ucraina mollando l'Ucraina al suo destino, perché questo non porterà pace, porterà caos, porterà guerre più vicine a casa nostra e porterà molte conseguenze economiche tanto più gravi di quanto oggi costa sostenere l'Ucraina. Quindi è una scelta prima di... എസ് നന്ദഗോപൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. നന്ദൻ, നേരത്തെയും പല നേതാക്കളും സമാന രീതിയിലുള്ള പ്രതികരണം പരോക്ഷമായി കൂടി നടത്തിയിരുന്നു. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ യുക്രൈൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും ഇതേ ആവശ്യവുമായി വരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഭാരതത്തിന് മധ്യസ്ഥത വഹിക്കാനാകും, അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം പരിഹരിക്കാൻ ഭാരതത്തിനാകുമെന്ന ജോർജിയ മെലോണിയുടെ പ്രതികരണവും. 23-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിച്ചിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് സെലൻസ്കി അഭ്യർത്ഥിച്ചിരുന്നത്. തുടർന്ന് ഭാരതത്തിൽ മടങ്ങിയെത്തിയ നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ഫോണിൽ വിഷയം ചർച്ച ചെയ്തു. ഭാരതത്തിന്റെ ഇടപെടൽ റഷ്യയും ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ മധ്യസ്ഥ നീക്കങ്ങളിലേക്ക് ഇപ്പോൾ ഭാരതം മുൻകൈയെടുത്തിരിക്കുന്നത്. അതിന്റെ ആദ്യ ചുവടുവെപ്പാണ് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയ്ക്ക് പുറപ്പെടുന്നത്. അതിനു മുമ്പ് തന്നെ സംഘർഷത്തിന് പരിഹാരം കണ്ടെത്താൻ ഭാരതത്തിന്റെ പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് മറ്റ് ലോക നേതാക്കളും പലരും അഭിപ്രായപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇറ്റാലിയൻ പ്രസിഡന്റ് ജോർജിയ മെലോണിയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അവരും ഈ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ വ്യക്തമാക്കിയത് ഈ വിഷയത്തിൽ ഭാരതത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും, ഭാരതം ഈ ഒരു വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കണമെന്നാണ് ഇറ്റലിയുടെ അഭിപ്രായമെന്നാണ് ജോർജിയ മെലോണി വ്യക്തമാക്കിയത്. ഇതിനു മുന്നേ തന്നെ ലോക നേതാക്കളും സമാനമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഭാരതം ഒരിക്കലും നിഷ്പക്ഷരല്ലെന്നും എല്ലായ്പ്പോഴും സമാധാനത്തിന്റെ പക്ഷത്താണെന്നും പ്രധാനമന്ത്രി ഭാരതത്തിന്റെ നിലപാടെന്ന രീതിയിൽ പ്രധാനമന്ത്രിയും ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ ഒക്കെ തന്നെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഭാരതം ഈ ഒരു വിഷയത്തിൽ പ്രത്യക്ഷമായി തന്നെ ഇടപെടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷൻ. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.